ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ഒരു പിശാച് ബാധിതനായ ഊമനെ സൗഖ്യപ്പെടുത്തുകയാണ്. എന്നാൽ ഇത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫരിസേയരും മറ്റും യേശുനാഥനെക്കുറിച്ച് പറയുകയാണ്, അവിടുന്ന് പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് യേശുനാഥനും പിശാചിനെ ആരാധിക്കുന്നവനും അവനോടൊപ്പം നടക്കുന്നവനുമാണ് എന്നൊക്കെയുള്ള ഇല്ലാത്ത കാര്യങ്ങൾ യേശുനാഥനെതിരെ പറഞ്ഞ് ഉണ്ടാക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് 2-3 തരത്തിലുള്ള ആളുകളുണ്ട് അവിടെ. ഒന്ന് യേശുവിനെ പോലെയുള്ളവർ, അതായത് മറ്റുള്ളവരെ സഹായിക്കാനായി നടക്കുന്ന മനുഷ്യർ. 2 സഹായം ആവശ്യമുള്ള കുറേയേറെ മനുഷ്യരുണ്ട്. 3-ാമത് ഈ മറ്റുള്ളവരെ സഹായിക്കാതെ എന്നാൽ സ്വന്തമായി മറ്റുള്ളവരെ പഴി പറഞ്ഞ് ജീവിക്കുന്ന കുറച്ച് പേര്. അപ്പോൾ ഇവരുടെ മധ്യയിൽ നിന്നുകൊണ്ട് യേശുനാഥൻ പറയുകയാണ്, വിളവധികമാണ്, ഒത്തിരി വേലക്കാരെ വേണം. കാരണം ഈ ഫരിസേയർ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വേലക്കാരാണ്. അവർ ദൈവത്തിന് വേണ്ടി ജനത്തെ സഹായിക്കേണ്ടവരും ജനത്തിൻ്റെ ആത്മാവിനെ നേടേണ്ടവരുമാണ്. പക്ഷെ അവരത് ചെയ്യുന്നില്ല. അവർ കുറ്റം പറയുകയും കുറ്റം ആരോപിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തെ ഇല്ലാതാക്കുകയാണ്. അവർ സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ മധ്യയാണ് യേശുനാഥൻ പറയുന്നത് വിളവ് അധികമാണ്. അതായത് ദൈവത്തിൻ്റെ സഹായം ആവശ്യമുള്ള ഒത്തിരി അധികം മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. അപ്പോൾ അവരെ സഹായിക്കുന്നതിന് ദൈവത്തിന് കുറേയേറെ പേരെ വേണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ദൈവത്തിൻ്റെ വേലക്കാരെയാണ് വേണ്ടത്. ദൈവത്തിന് വേണ്ടി മനുഷ്യരെ നേടാനായി ശ്രമിക്കുന്ന മനുഷ്യരെ അവിടത്തേക്ക് ആവശ്യമുണ്ട്. കൃഷ്ണനാഥൻ ഇവിടെ വന്നത് അതിനൊരു മാതൃക കാണിച്ചു തരാണ്. ദൈവഹിതം ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാമെന്ന് കാണിച്ചുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ലോകത്തിനും ദൈവത്തിന് ഒത്തിരി അധികം വേലക്കാരെ ആവശ്യമുണ്ട്. ഇവിടെ ഈ വേലക്കാരെന്ന് പറയുമ്പോൾ അടിമകൾ എന്ന നിലയിലല്ല, പിതാവായ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവർ എന്ന നിലയിലാണ് നമ്മളതിനെ കാണേണ്ടത്. അത് ദൈവത്തിന് വേണ്ടി ഞാൻ എടുക്കുന്ന ചില തീരുമാനമാണ്. യേശുനാഥൻ ജീവിച്ചതുപോലെ. യേശുനാഥൻ പിതാവായ ദൈവത്തിൻ്റെ മകനായിരുന്നു. അവിടുന്ന് ഈ ലോകത്തിൽ അപ്പൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിച്ചതുപോലെ ആ ഹിതം നിറവേറ്റുന്ന ചില മനുഷ്യരെയാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരിക്കലും അടിമകളാണെന്ന ചിന്തയിലല്ല, ദൈവത്തിന് ജോലി ചെയ്യുന്നവർ എന്ന ചിന്തയിലല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന മനുഷ്യരായി മാറുക എന്നുള്ളതാണ്. ഒത്തിരിയധികം മനുഷ്യർക്ക് ഈ ലോകത്ത് സഹായം ആവശ്യമുണ്ട്. ഒത്തിരിയധികം ആത്മാക്കൾ ദൈവത്തിന് വേണ്ടി നേടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നവരാകാതെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന മനുഷ്യരായി മാറണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ വേറെ ആരെങ്കിലും വരട്ടെ എന്നുള്ള പ്രാർത്ഥനയല്ലത്. എൻ്റെ ഉള്ളിലുള്ള ആ നന്മകളെ പുറത്തെടുക്കാനുള്ള പ്രാർത്ഥനയാണ്. ദൈവമേ, എന്നെയും നിൻ്റെ ഒരു വേലക്കാരനെ മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. കാരണം അങ്ങനെ മനുഷ്യർക്ക്, കോടാനുകോടി മനുഷ്യർക്ക് സഹായമാകുന്ന ദൈവത്തിൻ്റെ സ്വരമാകുന്ന മനുഷ്യരായി മാറാൻ നമുക്ക് കഴിയണം. ഈ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിലും ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന, ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. അയാളെ പുറത്തേക്ക് വരാൻ, ആ ദൈവത്തിൻ്റെ ഇഷ്ടദാസനായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ ലോകത്തിന് ദൈവത്തിൻ്റെ കരമായി നമുക്ക് മാറാം. മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, മനുഷ്യരെ സഹായിക്കുന്ന നല്ല മനസ്സുള്ള ദൈവത്തിൻ്റെ ദാസന്മാരായി മാറാൻ, വേലക്കാരായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.